കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസുമായി ബന്ധപ്പെട്ട് ചിക്കൻ ബിരിയാണി വിളമ്പിയത് വലിയ വിവാദമായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു ശ്രീകോവിലിൽ കയറി പൂജയ്ക്കിടയിൽ പൂജാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആറ്റുകാൽ കുര്യാത്തി അമ്മൻ കോവിലിലെ പൂജാരിയായ അരുൺ പോറ്റിയാണ് പൂജയ്ക്കിടയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഭക്തരുടെയും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് രാത്രി 8 മണിയോടുകൂടി വിട്ടയക്കുകയായിരുന്നു. പൂന്തറ സ്റ്റേഷനിലെ ഒരു വിഗ്രഹം മോഷണം പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ മുൻപ് ജോലി ചെയ്തവരെയും ഇപ്പോൾ ജോലി ചെയ്തവരും അത് വിട്ടുപോയവരെയും അടക്കം അനവധി പേരുടെ പേരിൽ ഇങ്ങനൊരു പരാതി അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ നൽകിയിരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ശനിയാഴ്ച, അതായത് ഇന്നേ ദിവസം സ്റ്റേഷനിൽ എത്തണമെന്ന് അരുൺ പോറ്റിയോട് പറയും, അദ്ദേഹം അത് അനുസരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് മുൻപ് തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ദീപാരാധന സമയത്ത് പോലീസ് എത്തി ശ്രീകോവിലിൽ നിന്ന് ഈ അരുൺ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഭക്തരുടെ വലിയൊരു പ്രതിഷേധത്തിനെ തുടർന്ന് രാത്രി 8 മണിയോടുകൂടി അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. കാരണം ഇന്നാണ് അദ്ദേഹത്തോട് സ്റ്റേഷനിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് അരുൺ പോറ്റി പറയുന്നത്. താൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണെന്നും പറയുന്നു. ഏതായാലും ഒരു അപൂർവമായ ഒരു നീക്കമായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം ഇന്ത്യയിൽ വേറെ എങ്ങും ഈ ക്ഷേത്രത്തിന് പൂജ നടക്കുന്ന സമയത്ത് ഇതുപോലെ കസ്റ്റഡിയിൽ എടുത്തതായോ ഇല്ലെങ്കിൽ പോലീസ് അകത്ത് കയറിയതായിട്ടോ ഉള്ള വിവരങ്ങളോ വാർത്തകളോ നമുക്ക് ഇതുവരെ ലഭ്യമല്ല. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. അപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.